ഹലോ ടീം. സോ നമ്മുടെ നെക്സ്റ്റ് പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഏകദേശം 20 വർഷം കൊണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഇപ്പോൾ സ്വതന്ത്രമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്ത സംവിധായകനാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഞാനും ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ മൂവിയുടെ സംവിധായകൻ ശ്രീ ഷിയാസ് ജാസ്. സ്വാഗതം. താങ്ക് യു. എനിക്ക് ഇത്ര ഫോർമലാക്കണമെന്ന് ആഗ്രഹമില്ല, കാരണം നമ്മൾ വളരെയധികം എന്താ പറയുക വർഷങ്ങളുടെ ബന്ധുവാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ 20 വർഷത്തെ ഏതാണ്ട് 20-നും മുകളിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്, അതും സ്വതന്ത്ര സിനിമ. സോ അതെന്താണ് അങ്ങനെ? സാധാരണ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റുകളായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുക. അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് തീപ്പുകാചാരം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സിനിമയിലേക്ക് എങ്ങനെയാണ് ഷിയാസ് ജാസ് എത്തിയത്? അത് ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ക്യാമറ ചെയ്യുമായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ്. അപ്പോൾ നേരത്തെ മുതൽ ഷോർട്ട് ഫിലിംസായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ സിനിമ ആദ്യമേ ഇൻട്രസ്റ്റഡ് ആണ്. സിനിമ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോലും കുറച്ചും കൂടി ഗൗരവമുള്ള സിനിമകളാണ് കാണാറ് നേരത്തെ മുതൽ. എല്ലാ സിനിമയും കാണും, കൊമേഴ്സ്യൽ സിനിമകൾ കാണും, മാസ് എല്ലാ എൻ്റർടൈൻമെൻറ്റ് എല്ലാം കാണുമെങ്കിലും സിനിമയെ കുറച്ചും കൂടി ഗൗരവമായിട്ട് സമീപിക്കുന്ന സിനിമകൾ കൂടുതൽ കാണുമായിരുന്നു. സിനിമ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും ക്യാമറ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം ഉണ്ടായിരുന്നു. കൊമേഴ്സ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ അകലെയാണെന്ന് അത് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ്. അതായത് ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് പ്രാവർത്തികമാക്കണ്ടേ. ശ്രമിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇത് നടപ്പിലാവണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമയെ സമീപിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് വളരെ ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഒരു സിനിമ കൊമേഴ്ഷ്യൽ സിനിമയാകുമ്പോൾ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാവും. ഇത്ര കളക്ട് നേടി, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഓടി, അല്ലെങ്കിൽ ഇന്ന സ്റ്റാർ അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ആളുകൾ അതിൻ്റെ ഒരു മാസീവായിട്ടുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ മൂവിയുടെ ഈ ഫെസ്റ്റിവൽ മൂവിയുടെ സ്ഥാനം എവിടെയാണ് ആക്ച്വലി? ഈ സിനിമ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്നത് ആർട്ട് ഫിലിം അല്ലെങ്കിൽ അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് മാറ്റി നിർത്തിയിരുന്നൊരു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കുറച്ച് പേര് മാത്രം ചെയ്യുന്ന, കുറച്ച് പേര് കാണുന്ന ആ ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സിനിമയും എല്ലാവരും കാണുന്നുണ്ട്. അതായത് കൊമേഴ്സ്യൽ സിനിമയും കാണുന്നുണ്ട്, അതോടൊപ്പം ആർട്ട് സിനിമയും കാണാനൊക്കെ സിനിമ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളുണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ OTTയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു സിനിമ ചെയ്താൽ പോലും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെ ഒരുപാടായി. കേരളത്തിൽ തന്നെ IFFK പോലെ വലിയ ഫെസ്റ്റിവലിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പ്രാദേശികമായിട്ട് ചെറിയ ഫെസ്റ്റിവൽ വരെ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഫെസ്റ്റിവൽ വരെയായി. അപ്പോൾ ഈ സിനിമക്ക് വാല്യൂ ഉള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, ഗൗരവമായിട്ട് സിനിമയെ കാണുന്നവരുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന വിഷയം ഏറ്റവും ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ട്. ഫെസ്റ്റിവലായാലും ഇതിന് പറ്റിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നു തുടങ്ങി. OTT ആയാലും ഇത് മാത്രം ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് OTT വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് കുറേ പോളിസികളുണ്ട്. തിയേറ്ററുകൾ ഈ ചിത്രാഞ്ജലി പോലത്തുള്ള പാക്കേജുകളായി. സിനിമ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യൽ സിനിമ വളരെ അകലെയാണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് സിനിമ വളരെ അടുത്താണെന്ന് മനസ്സിലായി. അതെ, പക്ഷേ ഇത് അധികം പേർക്ക് എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ്. അത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഒരു പൊലിമയാണ്, ഒരു സ്റ്റാർ താരം, ഒരു സെലിബ്രേഷൻ, ആഘോഷം, മാസ്. അത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത് വളരെ അത്ര ആളുകളുടെ എത്തിയിട്ടില്ലെങ്കിലും ഇതിന് ഗൗരവമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതിന് അവസരങ്ങളുമായി ഇപ്പോൾ അപ്പോൾ കൂടുതൽ പേര് വന്നു തുടങ്ങി. 50-60 സിനിമ ഇൻഡിപെൻഡൻറ്റ് സിനിമ സംഭവിക്കുന്നുണ്ട് ഒരു വർഷം. അതിൽ 40-30 സിനിമകൾ ഒരു ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത് വളരെ അവസരങ്ങളായി. അതിൽ നിന്ന് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്തവർ അടുത്ത പടിയായിട്ട് കൊമേഴ്സ്യൽ സിനിമ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ തന്നെ തുടർച്ചയായി ചെയ്യുന്നവരുണ്ട്. കൊമേഴ്സ്യൽ സിനിമയിൽ ഈ അടുത്ത് സക്സസ് ആയ കുറച്ച് പേരൊക്കെ ആദ്യത്തെ സിനിമ ഇൻഡിപെൻഡൻറ്റ് സിനിമയായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സിനിമ എന്നുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ വേർതിരിവുണ്ടല്ലോ, ആർട്ട് ഫിലിം, കൊമേഴ്സ്യൽ സിനിമ, അല്ലെങ്കിൽ ഉച്ചപ്പടം, ആ ഒരു രീതിയിൽ നിന്ന് സിനിമ മാറിയിട്ട് സിനിമ എന്നുള്ള രീതിയിലേക്ക് മാറി. അതിൻ്റെ ഇത് സ്കെയിലിംഗ് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നാമത്തെ ബഡ്ജറ്റാണ്, പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സിനിമയൊക്കെ ചിന്തിക്കാൻ നമ്മളുടെ ബഡ്ജറ്റിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു സബ്ജക്റ്റിലേക്കൊക്കെ എത്തേണ്ടി വരും. ഇപ്പോൾ ഒരു വലിയ ഒരു ക്യാൻവാസൊക്കെ വളരെ ചെറുതാക്കേണ്ടി വരും.
ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും അങ്ങനെയാണ്. എന്നാലും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇൻഡിപെൻഡൻറ്റ് സിനിമയിൽ സഹകരിക്കാറുണ്ട്. ഇപ്പോൾ കൊമേഴ്സ്യലി സക്സസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർസിനൊക്കെ വർഷത്തിലൊരു സിനിമയെങ്കിലും സ്ഥിരമായിട്ട് ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യുന്നവരെ കൂടെയൊക്കെ കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് വന്ന അതിർത്തി ജാലകങ്ങളായാലും അല്ലെങ്കിൽ ലെവൽ ക്രോസ് ആയാലും അതൊക്കെ കൊമേഴ്സ്യൽ സിനിമയിലെ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ്. ഞാനുണ്ടായിരുന്നു ഈ ജേണിയിൽ, എനിക്കറിയാം. കാരണം 1.5 വർഷം മുമ്പ് നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതായത് പല സബ്ജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിൽ നിന്ന് മാറി നമ്മൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ആളുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് കണ്ടുപിടിച്ച അതിലേക്ക് എത്തിയ ഈ ഒരു തീപ്പുകാചാരം. സോ എന്തായിരുന്നു അങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാക്കാൻ ഷിയാസിക്ക് എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തത്? അങ്ങനത്തെ ഒരു ത്രെഡ് 0 ബഡ്ജറ്റിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. മിനിമലായിട്ട് അങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നത്. മിനിമലായിട്ട്, പക്ഷെ ഒട്ടും കുറയാതെ. അതായത് ഡേ ലൈറ്റ് ആണെങ്കിൽ പിന്നെ ലൈറ്റിങ്ങിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. ഡേ ലൈറ്റിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കണമല്ലോ. ഏറ്റവും റിസ്ക് ഡേ ലൈറ്റ് യൂസ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും ചെറിയ ക്രൂ ആയിരിക്കുക, വളരെ കുറച്ച് പേര് കൊണ്ട് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കുറച്ച് ആളുകൾ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് കണ്ടുപിടിക്കുകയായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ പേര് ചുരുൾ എന്നായിരുന്നു. അത് അപ്പോൾ KSFDCയുടെ ഒരു SC/ST വിഭാഗത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രൊമോഷന് വേണ്ടി ഒരു സിനിമ ചെയ്തതിൻ്റെ സെയിം പേര് നമ്മളതേ ഷൂട്ട് നടക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഇതിനെ ഫയർ സ്മോക്ക് ആഷ് തീപുകാചാരം എന്നാക്കിയത്. അത് സിനിമയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഈ 2 പേരും അതെ. അപ്പോൾ അങ്ങനെയാണ് ഈ ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ചെറിയ സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഈ സബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ ക്യാൻവാസിൻ്റെ ആ ബഡ്ജറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇതിൽ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ മിനിമൽ അടിച്ച്. പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനെ ആ രാഷ്ട്രീയ സിനിമയായിട്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ സിനിമ അല്ല. ഇതൊരു മനുഷ്യാവകാശവും പ്രകൃതി. നമുക്കിപ്പോൾ ജയരാജ് സാറിൻ്റെ റെയിൻ ഫെസ്റ്റിവലിൽ സിനിമ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു. ഈ സിനിമ മത്സര വിഭാഗത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ സിനിമനെ അവർ സമീപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരിസ്ഥിതി സിനിമയായിട്ടാണ്. കാരണം അവരുടെ സിനിമ ഫെസ്റ്റിവൽ റെയിൻ ഇൻ്റർനാഷണൽ നാച്ചർ ഫെസ്റ്റിവലാണ്. അപ്പോൾ നാച്ചുറലിനോട് ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റുകളൊക്കെ പറയുന്ന സിനിമയായിട്ടാണ് അവരതിനെ പരിഗണിച്ചത്. പക്ഷേ നമ്മൾ കർണാടക ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ ഫെസ്റ്റിവലിൽ എഡിറ്റർക്ക് അവാർഡ് കിട്ടി കർണാടക ഫെസ്റ്റിവൽ. പക്ഷേ അവിടെ നിന്നുള്ള ജൂറിയൊക്കെ ഇതിനെ വിലയിരുത്തിയത് മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് ഈ സിനിമയുടെ സബ്ജക്റ്റിന്. അപ്പോൾ ഈ സിനിമയുടെ ഈ ലേയേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് ഇടാത്ത ഇതിൻ്റെ പല ലേയേഴ്സും ഈ സിനിമയിൽ കിടക്കുന്നതാണ് ഈ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. അതാണ്. അതെ. ഇത് പല സ്ഥലങ്ങളിലും ഫിറ്റ് ആവുന്ന തരത്തിലാണ് ഇതിനെ നമ്മൾ ഇതിനെ പുറത്തേക്ക് കാണിക്കാതെ അകത്തു നിന്ന് പറയുന്ന പൊളിറ്റിക്സാണ് ഈ സിനിമയുടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫെസ്റ്റിവലിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതും ഒരുപാട് സ്ഥലത്ത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ വരികയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റെയിൻ ഫെസ്റ്റിവൽ ജയരാജ് സാറൊക്കെ നടത്തിയ റെയിൻ ഫെസ്റ്റിവലത്തെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലാണ് ഈ സിനിമ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അത്രയും സാധ്യതകൾ ഇതിനുണ്ടായത് ഇതിൻ്റെ പൊളിറ്റിക്കൽ എൻ്റെ ഒരു സബ്ജക്റ്റ് കൊണ്ടാണ്. എന്നാൽ ഡയറക്റ്റ് പൊളിറ്റിക്കൽ സിനിമയും അല്ല. സോ ഇതൊരു കൂട്ടായ്മയുടെ സിനിമയാണ്. അതായത് ഒരുപാട് പേര് സിനിമയോട് താല്പര്യമുള്ള ഒരു പ്രൊഡ്യൂസർ, അതായത് ഇത്രയും നാൾ അവരതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ. ഞാനാണെങ്കിലും ഇതെൻ്റെ ആദ്യ മൂവി. ഞാൻ ഒരുപാട് ഓഡീഷൻസും ഒരുപാട് ക്യാരക്ടർ റോളുകളും ഷോർട്ട് ഫിലിമുകളും. സോ എൻ്റെ ഈ ജേണിയിൽ ഞാൻ നായകനാകുന്ന എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ് തീപുകാചാരം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തീപുകാചാരം എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യലാണ്. അപ്പോൾ ഷിയാസിക്കയോടുള്ള പരിചയം പോലെ തന്നെ ഇത് നമ്മൾ ഒരുപാട് നാൾ ഇതിൻ്റെ പുറകിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് തുടങ്ങുമ്പോൾ ഒരു പല കഥകൾ പറഞ്ഞു, അവസാനം ഒരു കഥയിൽ ലോക്കായി. പിന്നെ ആ കഥയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു. അഗെയിൻ ഇത് ഇത്രയധികം അവാർഡുകളൊക്കെ ഇപ്പോൾ നേടി. അതായത് തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഇത്രയും മാസങ്ങൾ കൊണ്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 10-11 അവാർഡുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. പല ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, അതേപോലെ തന്നെ ഇതിനകത്തുള്ള ബെസ്റ്റ് ഫിലിം. സോ അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ നമുക്ക് കിട്ടി. സോ ഇനി ഇത് ഒരു കോമൺ ഓഡിയൻസിലേക്ക് ഇത് ചെല്ലുകയാണ്, ജഡ്ജ് ചെയ്യാനായിട്ട് അവരത് ജഡ്ജ് ചെയ്യും. സോ നമുക്കിപ്പോൾ എന്താ തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റിൽ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഈ ഒരു ജേണിയുടെ ഓൾമോസ്റ്റ് 80 ഫിനിഷായിട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ എന്താ തോന്നുന്നത്? സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആർക്കും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ, അത് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യുക, ഇതിനെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവലിൽ കാണിക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യ സംസാരത്തിൽ തന്നെ പറഞ്ഞത് നമുക്കൊരു 2 ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ അതാണ് എൻ്റെ സക്സസ്.
പക്ഷെ നമ്മളിപ്പോൾ 8-10 ഫെസ്റ്റിവൽ കഴിഞ്ഞു നമ്മളുടെ. കർണാടകയിൽ ഫെസ്റ്റിവലിൽ എഡിറ്ററുടെ അവാർഡ്, റെയിൻ ഫെസ്റ്റിവൽ പോലത്തെ വലിയ ഫെസ്റ്റിവലിൽ സ്ക്രീനിങ്, അങ്ങനെ ഒഡീഷയിൽ അവാർഡ്. നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള തിരിച്ചു കൊടുക്കൽ നമ്മൾ നടത്തിയെങ്കിലും ഇത് ഫിനാൻഷ്യലി ഒരു തിരിച്ചു കൊടുക്കലുണ്ടല്ലോ, അതെ അതെ, അതൊരിക്കലും ഒരു ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ചിലവരൊക്കെ ഒരു ആഗ്രഹത്തിന് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താരങ്ങൾ അവരവരുടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ വേണ്ടി അവർ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന സിനിമകളുണ്ട്. അത് അവർക്കതൊരു വിഷയമല്ല. പിന്നെ അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി ചെയ്യണം, അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാട് പൂക്കുന്ന നേരം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ബിജുവിൻ്റെ സിനിമയുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്തേക്കണത് നമ്മളെ സോഫിയ പോളാണ്. നമ്മൾ RDXും മറ്റേ ബാംഗ്ലൂർ ഡേയ്സും ഒക്കെ എടുത്ത സോഫിയ പോളാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കൊമേഴ്സ്യൽ ഇപ്പുറത്തൊരു സെറ്റപ്പ് ഉണ്ട്, അത് വലിയ സക്സസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു കോടി 1.5 കോടിയൊക്കെ മുടക്കി ഒരു സിനിമ ചെയ്ത് അത് 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഈ പറഞ്ഞ കാർഡ്ബുക്ക് 2 നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ അവർ നോക്കുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സും RDXും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആ ടീമിന് ഇതൊരു ചെറിയൊരു സെറ്റപ്പാണ് ഈ കാർഡ് പൂക്കുന്ന നേരം. പക്ഷേ ഇൻഡിപെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീം ഈ പറഞ്ഞ 1 കോടി 1.5 കോടിയൊന്നും സ്കെയിലിലേക്കൊന്നും വരരുത് എന്നുള്ളൊരു, നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ഒരു മിനിമൽ പരിപാടിയിലേക്ക് ഇൻഡിപെൻഡൻസ്. എന്നാലും ഈ ഇൻഡിപെൻഡൻസ് സിനിമയുടെ ഏറ്റവും കാതൽ സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികൾ തോന്നും, നമ്മളെ ബഡ്ജറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരുപാട് സാങ്കേതികമായിട്ട് കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എപ്പോഴും നമ്മളൊരു നിർമ്മാതാവിനെ മുന്നിൽ കാണണം. അതെ അതെ, അവരെ നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നവരാണ് നമ്മളെ നിർമ്മാതാക്കളോടുള്ളൊരു ഇത്. കാരണം അവർ നാട്ടിലുണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ജീവിതത്തിൽ ഇവരെ കാണുന്നത് സിനിമ 5-8 അവാർഡ് വാങ്ങിച്ച് ഞാനും ഒരുപാട് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ, അതായത് ഏകദേശം 1 വർഷമാവുന്നു സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട്. ഒരു 8-10 മാസമായിട്ട് കഴിഞ്ഞിട്ടാണ് അവരെ കാണുന്നത് നമ്മൾ നേരിട്ട്. അപ്പോൾ അവരത്രയും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡിപെൻഡൻസ് സിനിമയുടെ സ്കെയിലും അതിൻ്റെ ഒരു ഇന്ന റൂട്ടിലൂടെ പോയാൽ ഇന്നോട് എത്താം എന്നൊക്കെ അവർക്ക് അത്രയും ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളെ കൂടെ അവർ ചേർന്ന് നിന്ന് ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് എല്ലാവരും ഇതിനെ കണ്ടത്. അവർ കൊമേഴ്സ്യൽ സിനിമ ഈ ബഡ്ജറ്റിൻ്റെ വലിപ്പമല്ലാട്ടോ ഞാൻ പറയുന്നത്. നമ്മളത് ചെയ്ത് അതെന്തിനാ അവോയ്ഡ് ചെയ്യണത്, അത് നമുക്കത് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് പണം മുടക്കരുത്, അല്ലെങ്കിൽ അത്ര സാധ്യതകൾ ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞാൽ ഈ സിനിമ ചെയ്തതിന് ശേഷം ഒരുപാട് പേരിങ്ങനെ എൻക്വയറി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെസ്റ്റിവൽ വിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എത്ര ബഡ്ജറ്റിൽ സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഇതെങ്ങനെ വർക്കൗട്ടാക്കി, ഞങ്ങൾ കുറേ നാളായല്ലോ, ഞാനൊരു 5 വർഷമായി ഒരു സബ്ജക്റ്റായിട്ട് നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു പയ്യനെ എപ്പോഴും വിളിക്കും, നിങ്ങളെങ്ങനെ സിനിമ ചെയ്തു, അത് അവനക്ക് അറിയണം, അവൻ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇത് കൊമേഴ്സ്യൽ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നു. പക്ഷേ അവർക്കും ഈ പറഞ്ഞ പോലെ എത്താൻ പറ്റുന്നില്ല. ചെറിയൊരു ബഡ്ജറ്റിൽ പോലും സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. പണം മുടക്കുക എന്നുള്ളത്, എത്ര ചെറിയ പണം മുടക്കാൻ എന്ന ഒരു പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞില്ലേ, അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അവർക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കുക, ഇൻഡിപെൻഡൻസിന് റിട്ടേൺ കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സിലൂടെയാണ്. ഇതിനൊരിക്കലും മുതൽ മുടക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കുക. പിന്നെ അത്രയും വലിയ സ്കെയിലുള്ള സിനിമ, ഇപ്പോൾ ക്യാൻസിലോ അങ്ങനെയൊക്കെ പോകുന്ന സിനിമകൾക്കൊക്കെയാണ് ഇപ്പോൾ ഫെസ്റ്റിവലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇൻകം കിട്ടുന്ന കുറേ ഫെസ്റ്റിവലുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 10 ഫെസ്റ്റിവലൊന്നും എല്ലാം വലിയ ഫെസ്റ്റിവലൊന്നുമല്ല, 2-3 ഒക്കെ ഒരു ചെറിയ ഫെസ്റ്റിവലിലൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ സിനിമ നമ്മളെ സിനിമ തുടങ്ങിയ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ സക്സസ്സിലേക്കാണ്. എന്താ പറയുക, ഒരു 1 ഇയർ ഓൾമോസ്റ്റ് ആയില്ലേ, ഈ 1 ഇയറിന് മുകളിൽ പ്ലാനിങ്ങും അത് തുടങ്ങിയിട്ട് 1 വർഷം മുകളിലായി. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെ ആംഫി തിയേറ്ററിൽ ഇരുന്നിട്ടാണ് നമ്മളിതിൻ്റെ എന്താ പറയുക 1 ലൈൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അന്ന് നമ്മളിത് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പലരും ഇന്ന് നമ്മുടെ ഒപ്പം ചിലരില്ല, കാരണം പലരും ഡ്രോപ്പായി പോയവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക, ഒരു വലിയ എന്താ പറയുക, നമ്മൾ 2 അവാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് സക്സസ് എന്നുള്ള ലെവലിൽ നിന്നൊരു സിനിമയാണ് ഇന്നിപ്പോൾ
ഒരു ഓൾമോസ്റ്റ് ഒരു 10-ന് മുകളിൽ അവാർഡുകളും അതേപോലെ തന്നെ ഈ എന്താ പറയുക കുറേ കൂടി ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ക്ലിയറാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ മൂവീസ് ഇനിയും അവാർഡുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി എന്ത് അടുത്തത് എന്നുള്ളൊരു പ്ലാനുണ്ട്. കാരണം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ പ്രൊഫഷൻ. ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ചെയ്യണം, ഇൻഡിപെൻഡൻസ് സിനിമ ക്യാമറ ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അടുത്ത്. അപ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അത് ചെയ്യും, അത് നമുക്ക് പ്രശ്നമില്ല, ക്യാമറക്ക് പുറകിലാണല്ലോ. ഓക്കെ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് പറയാതെ കഴിഞ്ഞു നമ്മൾ സിനിമ ചെയ്യുമ്പോൾ 3 ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ് ആ വർഷം ഇറങ്ങിയത് അവിടെ നിന്ന്, അതേ സ്ഥലത്തുനിന്ന്. പിന്നെ IFFKയിൽ അറ്റൻഡ് ചെയ്ത സിനിമ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യൻ പനോരമയിൽ തിരഞ്ഞെടുത്ത സിനിമ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ 3D സിനിമ ഈ കൂട്ടായി 3D സിനിമ ചെയ്ത ഒരു സ്ഥലമാണത്. അങ്ങനെ സിനിമനെ അത്രയും പല വിധത്തിൽ, അതായത് പരീക്ഷണമായിട്ട് സിനിമ ചെയ്യുന്നവരുണ്ട്, സീരിയസ് ആയിട്ട് സിനിമ ചെയ്യുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ 3D സിനിമ, ഇൻഡിപെൻഡൻറ്റ് സിനിമയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുള്ള സ്ഥലമാണ്. അപ്പം ഞാനും ആ കൂട്ടത്തിൽ ചെയ്തു. അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ പേരും ചെയ്തെന്നല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സിനിമ ഒരുപാട് കാണും, അപ്പോൾ ഒരാഗ്രഹമായിരുന്നു ഇൻഡിപെൻഡൻസ് സിനിമ. ആ ഒരു ഇത് ചെയ്തു. ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റിൻ്റെ വലുപ്പമല്ല ഞാൻ പറയണത്, സിനിമയുടെ ഒരു വലുപ്പം ഉണ്ടല്ലോ. അതെ അതെ, സിനിമയുടെ ഒരു വലുപ്പം ഇതിൽ. പിന്നെ കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ അഭിനേതാക്കൾ, ഞാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളല്ല, കുറച്ചും കൂടെയൊക്കെ നമ്മളിപ്പോൾ ഭയങ്കര കുറച്ച് അമേച്ചറിസം ഈ സിനിമയിലുണ്ട്. അത് നമുക്ക് വരാന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് ബേസിലൊക്കെ കുറച്ച് അമേച്ചറിസൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ മാറ്റിയെടുത്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കുക അടുത്ത സിനിമ. അതിന് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക, റിഫൈൻഡ് ആയിട്ടൊരു വർക്ക് അല്ലേ, കുറച്ചും കൂടെ പരീക്ഷണമായിട്ടുള്ളൊരു സിനിമ ചെയ്യുക, കുറച്ചും കൂടെ ബെറ്റർ. സിനിമയുടെ വലിപ്പം, ബഡ്ജറ്റിൻ്റെ വലിപ്പമല്ല, സബ്ജക്റ്റിലായാലും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്പുട്ടിലായാലും കുറച്ചും കൂടെ നന്നാക്കണം. അതിന് കുറച്ചും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒരെണ്ണം ചെയ്ത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റിലല്ല, കുറച്ചും കൂടെ സ്കെയിലൊക്കെ വലുതാക്കാം. പൊളിറ്റിക്കലി ആയാലും അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് പറയണമെങ്കിലും കുറച്ചും കൂടെ സ്കെയിലൊന്ന് വലുതാക്കാവുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്നൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമ ഇല്ല. ഇല്ല. സോ ഒരുപാട് നാളത്തെ പരിശ്രമമാണ് അതിപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്കൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഒരു ത്രൂ ഔട്ട് ജേണിയിൽ. ഇതിൻ്റെ ബിഗിനിങ് ഒരു സിനിമ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബേസിക്കലി. ഞാനൊരു സ്റ്റാർട്ടപ്പ് 2015 സ്വന്തമായിട്ട് ചെയ്തിരുന്നു, കേരള ബ്ലഡ് സെൻ്റർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു IT-യിലൊരു MNC-യിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം തുടങ്ങിയത്, അതായത് A to Z ഒരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഒരു വർക്ക് പോകണത്. അതേപോലെ തന്നെയാണ് ഈ മൂവിയുടെ കാര്യത്തിൽ. ശരിക്കും ഞാൻ പല വർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് റൈറ്റിംഗ് പ്രോസസ്സ് മുതൽ തിങ്കിങ് പ്രോസസ്സ് മുതൽ ചായ കുടിക്കുന്ന കപ്പ് അവിടെ നിന്ന് മേടിക്കണം എന്നുള്ള കാര്യം വരെ പ്ലാൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഇത് OTT-യിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടവർ എന്ത് ഫെസ്റ്റിവലിൽ കളിക്കണം അല്ലെങ്കിൽ എവിടെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് എല്ലാ കാര്യത്തിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മൂവിയാണ് ശരിക്കും ദീപികാചാരം. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിനും എന്നെ ഒരു നായകനായിട്ട് സെലക്ട് ചെയ്തതിനും ഞാൻ പറയുന്ന പ്ലാനുകൾക്കൊക്കെ യെസ് പറഞ്ഞത് എങ്ങനെ ഒപ്പം നിന്നതിനും ഒരുപാട് നന്ദിയുണ്ട് ശ്രീ ഷിയാസ് ജാസ്. നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രേക്ഷകരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മൂവിയിൽ ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ ആക്ടറും ഇതിൻ്റെ പുറകിലുള്ള എല്ലാവരും, ഇതിൽ ഒരു റോള് ചെയ്യാൻ വന്ന ആൾ തൊട്ട് എല്ലാവരും പുതിയ ആളുകളാണ്. എനിക്ക് തോന്നുന്നു ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ മൂവിയിൽ, നേരത്തെ ഒരു ക്യാരക്ടർ റോൾ ചെയ്ത ഒരാൾ മാത്രമേ ഉള്ളൂ മൂവിയിലുള്ളൂ. ബാക്കി എല്ലാവരും ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമയാണ്. ഞങ്ങൾ അത്യാവശ്യം ഫെസ്റ്റിവൽസൊക്കെ അറ്റൻഡ് ചെയ്തു, കുറച്ച് അവാർഡുകളൊക്കെ നേടി. ഈ സിനിമയുടെ സ്വഭാവം ഇതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. സോ ഞങ്ങളുടെ മൂവിയായിട്ട് വരികയാണ്. സോ താങ്ക് യു സോ മച്ച്.